പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഇന്നത്തെ പ്രഭാത വിരുന്നിലേക്ക് ഗുഡ്നസ് ടിവിയുടെ ലോകമെമ്പാടുമുള്ള എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു മനോഹരമായ പ്രഭാതം കൂടി കാണുവാനായിട്ട് ഭാഗ്യം ലഭിച്ച ആളുകളാണ് നമ്മൾ. നമുക്ക് ലഭിച്ച ഈ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, നമുക്ക് ആരാധിക്കാം, ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഓരോ പ്രഭാതത്തിലും സ്നേഹത്തിൻ്റെ പുതിയ മേഖലകൾ നമുക്ക് ഒരുക്കിക്കൊണ്ട് ദൈവം കാത്തിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഈ വലിയ കൃപയെ ഓർത്ത്, ദൈവത്തിൻ്റെ വലിയ കാരുണ്യത്തെ ഓർത്ത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളോടും ചേർന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും അവിടുത്തേക്ക് നമുക്ക് നന്ദി പറയുകയും ചെയ്യാം. പ്രിയപ്പെട്ടവർ, ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. ഈശോയെ ഉദരത്തിൽ വഹിക്കുവാനും ലോകത്തിന് പ്രദാനം ചെയ്യുവാനും ഭാഗ്യം ലഭിച്ച ആളാണ് പരിശുദ്ധ കന്യകാമറിയം. ആ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രഭാതം ആരംഭിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിൻ്റെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ നമുക്ക് വിവാഹം പ്രായമായിട്ടും ജീവിത പങ്കാളിയെ കിട്ടാതെ വേദനിച്ച് ദുഃഖിച്ച് സങ്കടപ്പെട്ട് നിരാശപ്പെട്ട് കഴിയുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പണ്ടത്തേക്കാളൊക്കെ ഉപരിയായിട്ട് ധാരാളം ആളുകൾക്ക് ജീവിത പങ്കാളിയെ കിട്ടാൻ സാധിക്കാത്തൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. പലരും വിവാഹം വേണ്ട എന്ന് കരുതി തീരുമാനമെടുത്ത് ജീവിക്കുന്നതിൻ്റെ ഫലമായിട്ട് പലർക്കും ജീവിത പങ്കാളിയെ കിട്ടാതെ പോകുന്നു. അവരെല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് അനുയോജ്യരായ ജീവിത പങ്കാളിയെ നൽകി അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രഭാതത്തിൽ കർത്താവിന് നമ്മൾ എന്താണ് പറയുവാനായിട്ടുള്ളത് എന്ന് ശ്രവിക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, നിറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ, ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ആത്മാവിൻ്റെ നിറവിനായിട്ട് നമുക്കിപ്പോൾ തീഷ്ണമായിട്ടും ദാഹിച്ച് പ്രാർത്ഥിക്കാം. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. പ്രിയപ്പെട്ടവർ, ഇന്നേ ദിവസം നമുക്ക് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊളോസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വചനങ്ങൾ വായിച്ച് ധ്യാനിക്കാം. അതിനാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാചനങ്ങളും പരിശുദ്ധരും എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ
നിങ്ങളും ക്ഷമിക്കണം. സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കുന്ന പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടത്. അതിനാൽ നിങ്ങൾ കൃതജ്ഞതാ നിർഭരായിരിക്കുവിൻ. പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോഴും ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായിട്ടും വസിക്കട്ടെ. നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്തു ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവിൻ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ലേഖനത്തിൽ, കൊളോസ്യർക്കുള്ള ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാജനങ്ങളുമാണ് എന്നും. അതുകൊണ്ട് നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിനെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയും വാത്സല്യ ഭാജനങ്ങളുടെയും പ്രത്യേകതയാണ് ഈ വക ഗുണങ്ങൾ അവരിൽ കാണണമെന്ന്. ദയ, വിനയം, സൗമ്യത, ക്ഷമ, കാരുണ്യം എന്നൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഇന്നേ ദിവസം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യ ഭാജനങ്ങളും എന്ന നിലയിൽ ക്ഷമയെന്ന സുഹൃതം നമുക്ക് അഭ്യസിക്കാനായിട്ട്, പരിശീലിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കാം. യഹൂദരുടെ പിൽക്കാല ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് താൽമൂദ്. അതിൽ അവർ റബ്ബിമാരുടെ ഉപദേശങ്ങളും വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനങ്ങളും ഐതിഹ്യങ്ങളുമൊക്കെ കൊടുത്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. താൽമൂദിൽ പറയുന്ന എബ്രാഹത്തെക്കുറിച്ചുള്ള ഒരു കഥയുണ്ട്. എബ്രാഹിം ഒരിക്കൽ വഴിയിലൂടെ പോകുമ്പോൾ ദരിദ്രനായ പ്രായമായ ഒരു മനുഷ്യനെ കാണാനായിട്ട് ഇടയായി. അയാളെ കണ്ട് അനുകമ്പ തോന്നി. എബ്രാഹിം അയാളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ഭക്ഷണം കൊടുക്കുന്നതിനായിട്ട്. ഭക്ഷണത്തിന് മുൻപ് എബ്രാഹിം ഭക്ഷണമേശയ്ക്ക് അരികിലിരുന്ന് ഭക്ഷണം ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ ഈ മനുഷ്യൻ അതിലൊന്നും യാതൊരു താല്പര്യവുമില്ലായിരുന്നു. അയാൾ പ്രാർത്ഥിക്കുന്നവനോ ദൈവവിശ്വാസിയോ ഒന്നും ആയിരുന്നില്ല. അയാൾക്ക് പ്രാർത്ഥനയും ദൈവവിശ്വാസവും ഇല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എബ്രാഹിം അയാളെ വീട്ടിൽ നിന്നും ഓടിച്ചു വിട്ടു, ഭക്ഷണം കൊടുക്കാതെ. വൈകുന്നേരമായപ്പോൾ ദൈവം എബ്രാഹത്തിന് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് എബ്രാഹത്തോട് ചോദിച്ചു, ആ പാവപ്പെട്ട മനുഷ്യനെ നീ എന്തിയെ ആട്ടി ഓടിച്ചതേ എന്ന്. അപ്പോൾ എബ്രാഹിം പറഞ്ഞു, അയാൾ ദൈവവിശ്വാസിയല്ല, അയാൾക്ക് പ്രാർത്ഥനയില്ല, അയാൾക്ക് എങ്ങനെയാണ് ഞാൻ സഹായം കൊടുക്കേണ്ടത്, ഭക്ഷണം കൊടുക്കേണ്ടത് എന്നു. ദൈവം എബ്രാഹത്തോട് ചോദിച്ചു, 70 വർഷമായിട്ട് ഞാൻ അയാളോട് ക്ഷമിക്കുകയും അയാളെ സഹിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് നിനക്ക് അയാളോട് ക്ഷമിക്കുവാനും അയാളെ സഹിക്കുവാനും സാധിക്കാതെ പോയത് എന്നു. ഹിപ്പോയിലെ മെത്രാനായിരുന്ന വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നുണ്ട്, വിജ്ഞാനത്തിൻ്റെ ചങ്ങാതിയാണ് ക്ഷമ എന്നും. ക്ഷമിക്കാൻ കഴിഞ്ഞാൽ അത് ദൈവികതയുടെ ഒരു പ്രകാശമാണ്. എന്നാൽ വിട്ടുവീഴ്ചയില്ലാത്ത പെരുമാറ്റം മൃഗീയതയുടെ പ്രകടനവുമാണ് എന്നാണ് വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞു വെക്കുന്നത്. ഒരിക്കൽ ഒരു മനുഷ്യനിരുന്ന് ചൂണ്ടയിടുകയായിരുന്നു. അപ്പോൾ ഒരു ചൂണ്ടയിട്ടുകൊണ്ട് ഇരിക്കുന്നതിനിടയിൽ ഒരു ചെറുപ്പക്കാരൻ അയാളെ ഇങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഈ ചൂണ്ടയിടുന്ന മനുഷ്യൻ അയാളോട് ചോദിച്ചു, നിനക്കിങ്ങനെ വെറുതെ ഇരിക്കാതെ എന്തെങ്കിലും ജോലി ചെയ്ത് കൂടെ? നിനക്കും ഒരു ചൂണ്ടയിട്ട് മീൻ പിടിച്ചാൽ അതൊരു വരുമാന മാർഗമായിട്ട് മാറുകയില്ലേ എന്ന്. അപ്പോൾ അയാൾ മറുപടി പറഞ്ഞു, എനിക്ക് അത് ചെയ്യുവാനായിട്ടുള്ള ക്ഷമ എൻ്റെ ജീവിതത്തിൽ ഇല്ല, അതുകൊണ്ടാണ് ഈ ജോലി ചെയ്യാനായിട്ട് ഞാൻ ധൈര്യപ്പെടാത്തത് എന്ന്. പ്രിയപ്പെട്ടവരെ, ക്ഷമയാണ് ശക്തി. സമയവും ക്ഷമയും ഉണ്ടെങ്കിൽ മൾബറി ഇലകളെ പട്ട് തുണിയാക്കി മാറ്റാമെന്ന് ചൈനക്കാരുടെ ഇടയിൽ ഒരു പഴമൊഴിയുണ്ട്. ഒരു നിമിഷം കൊണ്ടല്ല അതിമനോഹരമായ ഒരു ഗ്രന്ഥം രചിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ വളരെ കാലത്തെ പരിശ്രമവും അധ്വാനവും കൊണ്ടാണ് മഹാന്മാർ അവരുടെ ജീവിതത്തിൽ മഹാന്മാരായിട്ട് മാറിയിട്ടുള്ളത് എന്നും
നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക് ജീവിതത്തിൻ്റെ ഉന്നത ശൃംഖങ്ങളിലേക്ക് ഒറ്റച്ചാട്ടത്തിന് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയില്ല. നിരന്തരം ക്ഷമാപൂർവമായ പോരാട്ടം അതിന് ആവശ്യമുണ്ട്. എല്ലാ മനുഷ്യരും ക്ഷമയെ പ്രശംസിക്കാറുണ്ട്. എന്നാൽ ക്ഷമ പരിശീലിക്കുന്നതിൽ, അത് പ്രാക്ടീസ് ചെയ്യുന്നതിൽ പലപ്പോഴും പരാജയപ്പെടുകയാണ് ഉണ്ടാകാറുള്ളത് എന്നതാണ് സത്യം. നിരന്തരമായ സാധനയുടെ ഫലമാണ് ക്ഷമിക്കുവാനും പൊറുക്കുവാനും കഴിയുന്ന വിശാലമായ വീക്ഷണം നമുക്ക് ലഭിക്കുന്നത്. വികാരങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ മൃഗങ്ങൾക്കും മൃഗതുല്യരായിട്ടുള്ള മനുഷ്യർക്കും സാധിക്കും. എന്നാൽ വികാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് മറ്റുള്ളവരെ ക്ഷമിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി സഹിഷ്ണുത ആവശ്യമുണ്ട് എന്നുള്ളതാണ് സത്യം. ലോകത്തെ പ്രസിദ്ധ ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായിരുന്നു ഐസക് ന്യൂട്ടൻ. അദ്ദേഹത്തിൻ്റെ പട്ടിയുടെ വളർത്തുനായുടെ പേരായിരുന്നു ദിയാമോണ്ട്. ഒരിക്കലും ഈ പട്ടി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കടന്നു കയറി അദ്ദേഹത്തിൻ്റെ കത്തിച്ചു വച്ചിരുന്ന വിളക്ക് തട്ടിയിട്ടു. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം അതുവരെ 7 വർഷത്തോളം കാലം അധ്വാനിച്ച് കണ്ടുപിടിച്ച ആ ഫലങ്ങൾ മുഴുവനും കത്തിപ്പോകുന്നതിനായിട്ട് ഇടയായി. ഇത് കണ്ട ഐസക് ന്യൂട്ടൻ ആ പട്ടിയെ ശകാരിക്കുകയോ അല്ലെങ്കിൽ അതിനെ ആട്ടി ഓടിക്കുകയോ ഒന്നും ചെയ്തില്ല. അദ്ദേഹം വളരെ സൗമ്യനായിട്ട് ആ പട്ടിയോട് പറഞ്ഞു എന്നാണ് പറയുന്നത്, ദിയമോണ്ട്, നീ എന്താ ഈ കാണിച്ചത് എന്ന് നിനക്കറിയാമോ? 8 വർഷത്തെ എൻ്റെ അധ്വാനത്തിൻ്റെ ഫലത്തെ നീ നശിപ്പിക്കുകയാണ് ചെയ്തത് എന്ന്. ആ നായയോട് ശകാരിച്ചതുകൊണ്ടോ അതിനെ ശിക്ഷിച്ചതുകൊണ്ടോ യാതൊരു ഫലവുമില്ല എന്ന് ഐസക് ന്യൂട്ടന് അറിയാമായിരുന്നു. അദ്ദേഹം വീണ്ടും തൻ്റെ പരീക്ഷണങ്ങൾ ആരംഭിച്ച് വീണ്ടും അത് എടുത്തു എന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരന്മാർ പറയുന്നത്. ഫെഡറിക് ഫെയ്സർ പറയുന്നത് ഇങ്ങനെയാണ്: കൊടുങ്കാറ്റിലും മഞ്ഞിലും ഇടിമുടക്കത്തിലും മിന്നൽ വെളിച്ചത്തിലും തണുപ്പിലും തമസിലും എല്ലാം നാം ദീർഘശാന്തതയോടെ സൗമ്യമായി ദൈവത്തെ കാത്തിരിക്കണം. അങ്ങനെ കാത്തിരിക്കുന്നെങ്കിൽ ദൈവം നമുക്ക് ദർശനായിട്ട് മാറും. പ്രതീക്ഷാപൂർവ്വം ക്ഷമയോടെ കാത്തിരിക്കുന്നവരുടെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെടാതെ ഇരിക്കുകയില്ല. ചൈനയിലെ പ്രശസ്ത ചിന്തകനായ കൺഫ്യൂഷ്യസ് ക്ഷമയെ ഏറെ പ്രശംസിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ഒരു നിമിഷം കൂടി കാത്തിരിക്കുക എന്നതുകൊണ്ട് ഒരു വലിയ ദുരന്തം ഒഴിവാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. എന്നാൽ ഒരു നിമിഷത്തേക്കുണ്ടാകുന്ന അക്ഷമ ജീവിതം മുഴുവനും നശിപ്പിക്കുവാൻ കാരണമായിട്ട് തീരും എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്തിട്ട് അതിനുശേഷം ചിന്തിക്കാറുണ്ടല്ലോ, അത് വേണ്ടായിരുന്നു, ഇച്ചിരിയും കൂടി താമസിച്ച് അല്ലെങ്കിൽ ക്ഷമയോടുകൂടി ആയിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുകയില്ലായിരുന്നല്ലോ എന്ന്. അതുതന്നെയാണ് കൺഫ്യൂഷ്യസ് പറഞ്ഞു വെക്കുന്നത്. ഒരു നിമിഷത്തെ ക്ഷമ കൊണ്ട് വലിയ ഒരു ദുരന്തം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. എന്നാൽ ഒരു നിമിഷത്തെ അക്ഷമത കൊണ്ട് ജീവിതം മുഴുവൻ നശിപ്പിക്കുന്ന ആളുകളായിട്ടും നമുക്ക് മാറാനായിട്ട് സാധിക്കുമെന്ന്. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്തുമാത്രം അവസരങ്ങൾ ഓരോ നിമിഷവും ദിവസവും ക്ഷമിക്കുന്നതിനായിട്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്നുണ്ട്. അതിനെ നമ്മുടെ ക്ഷമയില്ലായ്മ മൂലം അല്ലെങ്കിൽ അക്ഷമ മൂലം നമ്മൾ പലപ്പോഴും നഷ്ടപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും അതുവഴിയായിട്ട് വലിയ ദുരന്തങ്ങളിലേക്ക് നമ്മൾ ചാടുകയും ചെയ്യുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കുക. ക്ഷമിക്കാനായിട്ട് നമുക്ക് സാധിച്ചാൽ നമ്മുടെ കുടുംബജീവിതങ്ങൾ, സമൂഹ ജീവിതങ്ങൾ, വ്യക്തി ജീവിതങ്ങൾ വളരെ ശാന്തമായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകും. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം ഈ പ്രഭാതത്തിൽ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാധ്യസ്ഥം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ.
തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാർ യൗസേപ്പ് കാവലായിട്ട് എല്ലാ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധർ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥർ നമ്മെ എല്ലാവരെയും കാത്തു പരിപാലിച്ച് സംരക്ഷിക്കട്ടെ. കാവൽ മാലാഖമാർ കാവലായിട്ട് നമ്മുടെ കൂടെ ആയിരുന്നുകൊണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും നമ്മെ സ്വതന്ത്രരാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള നിരവധിയായ ആളുകളുണ്ട്. വിവാഹം നടക്കുന്നതിന് വേണ്ടി, സാമ്പത്തിക ബാധ്യത മാറുന്നതിന് വേണ്ടി, രോഗത്തിൽ നിന്ന് സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടി, ദുശീലങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടി, അങ്ങനെ നിരവധിയായ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മെ സമീപിച്ചിട്ടുള്ള, നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരെയും നമുക്കിപ്പോൾ ദൈവസമക്ഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ വിശുദ്ധ നിയോഗങ്ങളോടുകൂടെ അവരെ നമുക്ക് സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ ദുശീലങ്ങൾക്കും പൈശാചിക ബന്ധനങ്ങൾക്കും അടിമപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ എല്ലാ സഹോദരങ്ങളെയും യുവാക്കളെയും കർത്താവിൻ്റെ കാര്യങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ജോലിയില്ലാതെ കഴിയുന്ന നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് പ്രത്യേകമായിട്ടും ഓർക്കാം. വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് നല്ല ജോലി ലഭിക്കാതെ വിസ ശരിയാകാതെയൊക്കെ കഷ്ടപ്പെടുന്ന ധാരാളം ആളുകൾ ഉണ്ട്. അവരെല്ലാവരെയും നമുക്ക് ദൈവസമക്ഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കുറ്റകൃത്യങ്ങൾ ചെയ്ത് ജയിലിൽ കഴിയുന്ന നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. അവരുടെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കുന്നതിനും മാനസാന്തരത്തിലേക്ക് കടന്നു വരുന്നതിനുമുള്ള കൃപ അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഗുഡ്നസ് ടിവിയെയും ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഈ ധ്യാന കേന്ദ്രം വഴിയായിട്ടും ഈ ചാനൽ വഴിയായിട്ടും യേശുവിൻ്റെ സുവിശേഷം ലോകത്തിൻ്റെ അറ്റം വരെ പ്രഘോഷിക്കപ്പെടുന്നതിന് വേണ്ടി നമുക്ക് ഈ ചാനലിനെയും ധ്യാന കേന്ദ്രത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സാധിക്കുന്ന എല്ലാവരും ഒരു കൊന്തയെങ്കിലും ചൊല്ലി ഈ ധ്യാന കേന്ദ്രത്തിനും ഈ ചാനലിനും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായിട്ടും ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ദിവ്യകാരുണ്യത്തിൻ ദിവ്യദിനം, പെസഹ തിരുനാളിൻ ഓർമ്മദിനം. ദിവ്യകാരുണ്യത്തിൻ ദിവ്യദിനം, പെസഹ തിരുനാളിൻ ഓർമ്മദിനം. പരമോന്നതങ്ങളിൽ നിന്നും ഇറങ്ങിയ പരിശുദ്ധ പരമകാരുണ്യദിനം. പരമോന്നതങ്ങളിൽ നിന്നും ഇറങ്ങിയ പരിശുദ്ധ പരമകാരുണ്യദിനം. ദിവ്യകാരുണ്യത്തിൻ ദിവ്യദിനം. തിരുവോസ്തിരൂപൻ നാവിലലിയും നേരമിതിൽ ഞാൻ സ്വർഗീയ സന്തോഷധാരയിൽ ധന്യനായി മാറിടുമീ നിമിഷം. ഞാൻ സ്വർഗീയ സന്തോഷധാരയിൽ ധന്യനായി മാറിടുമീ നിമിഷം. സ്നേഹക്കുദാശയെന്നിൽ ചൊരിയണമേ, ജീവൻ നൽകുന്ന സ്നേഹം
മാംസരക്തങ്ങളായി തീരും. ഓസ്തിയും വീഞ്ഞും കാസയിലായി പീലാസയിലായി വൈദികനുയർത്തുമ്പോൾ കുർബാനയിൽ നിൻ മാംസരക്തങ്ങളായി തീരും. ഈശോ എന്നിൽ വന്നു നീ വാഴേണമേ, എന്റെ ജീവിതം നിനക്കായി നൽകാം. അഴുത്താരയിൽ നിന്നിറങ്ങി വന്നിന്നെൻ്റെ ഉള്ളിൽ ദിവ്യകാരുണ്യത്തിൻ ദിവ്യദിനം, പെസഹ തിരുനാളിൻ ഓർമ്മദിനം, പരമോന്നതങ്ങളിൽ നിന്നും ഇറങ്ങിയ പരിശുദ്ധ പരമകാരുണ്യദിനം, ദിവ്യകാരുണ്യത്തിൻ ദിവ്യദിനം. നമുക്കെല്ലാവർക്കും ശിരസ് നമിച്ചിപ്പോഴേ കർത്താവിൻ്റെ ആശീർവാദം ഈ പ്രഭാതത്തിൽ സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ എന്നോടൊപ്പം ഈ വിരുന്നിൽ ദൈവമൊരുക്കിയ പ്രഭാത വിരുന്നിൽ പങ്കുചേർന്ന നിങ്ങൾക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു നല്ല ദിവസവും നല്ല പ്രഭാതവും ആശംസിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം നിർത്തുന്നു. നന്ദി.